ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി പേപ്പർ ബാഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു പേപ്പറാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ മടക്കി കൊടുക്കുക. ഫുള്ളായിട്ട് മടക്കി കൊടുക്കണ്ട. എന്നിട്ട് ആ ബാക്കി വെച്ച ഭാഗത്ത് നമുക്ക് പശ ഒട്ടിച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പേപ്പർ കിട്ടും. നമ്മൾ കീറിയതിൻ്റെ പാടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ മടക്കി കൊടുക്കുക. നമുക്ക് ആ അപ്പുറം ഭാഗം ഇപ്പുറം ഭാഗം ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മളിങ്ങനെ എടുത്ത് അതുപോലെ തന്നെ ഇത് എടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഭാഗം തുറന്നു കൊടുത്തിട്ട് അവിടെ ഞാൻ ചെയ്യുന്ന പോലെ മടക്കി കൊടുക്കുക. അപ്പുറം ഭാഗവും ഇപ്പുറം ഭാഗവും മടക്കി കൊടുക്കുക. എന്നിട്ട് വേണ്ടത് നമ്മൾ ആ ഒന്നാമത്തെ ഭാഗം ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാം ഭാഗം അങ്ങോട്ടും മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ ഒന്നാം ഭാഗം നമ്മൾ കാട്ടിയപ്പോൾ 3 അടയാളങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും. അവിടെ ഒന്നാം അടയാളത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതും അതേപോലെ തന്നെ ഒന്നാം ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഞാൻ കാണിക്കുന്ന ഭാഗത്തേക്കൊക്കെ പശ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. നോക്കി ശ്രദ്ധയോടെ ചെയ്യുക, നല്ലൊരു നിറത്തിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ബാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ മടക്കി കൊടുക്കുക. ഈ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക, കവറിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവറും തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 3 ഇതുപോലത്തെ അടയാളം കാണും. അപ്പോൾ ആ നടുഭാഗം അടിയിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. അതുപോലെ അപ്പുറം ഭാഗം മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതുപോലെ മടക്കിയതിന് ശേഷം തുറക്കുക. നമ്മൾ നേരത്തെ അടിഭാഗം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ സെറ്റാവും. ഇനി ബാഗിന് നമുക്ക് ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ട് വല്ല സാധനം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വല്ല ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് സോണാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഈ ഓട്ടൊക്കെ കുത്തിയിട്ടായിരിക്കും നമുക്ക് ത്രെഡ് വെച്ചെടുക്കാൻ. അപ്പോൾ ത്രെഡും അടുത്തില്ല, ത്രെഡോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു നൂലെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കയറിയിട്ട് എൻ്റെ ലിങ്ക് എടുക്കുക, അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗിവ് ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഗിവേനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ.